Hello friends, welcome to Entri. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ്. റീസെൻ്റ്ലി നടന്ന ഒരു എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ്. ക്വസ്റ്റ്യൻ പേപ്പർ ഏതാണെന്നുള്ളത് ഞാൻ സ്പെസിഫൈ ചെയ്യാം. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് എന്ന് പറയുന്നത് 129/2022 2029/2022 ക്വസ്റ്റ്യൻ പേപ്പർ കോഡ്. ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റ് കോഡ് A ആണ്. ഓക്കെ, ഇത് ആക്ച്വലി പോസ്റ്റ് ഏതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീസെൻ്റ്ലി നടന്നിരുന്ന നമ്മുടെ അല്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ റീസെൻ്റായിട്ട് നടന്ന ഡെമോൺസ്ട്രേറ്റർ ഇൻ E&I, ഓക്കെ, ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷനിലെ ഡെമോൺസ്ട്രേറ്റർ, അതുപോലെ തന്നെ ഡെമോൺസ്ട്രേറ്റർ ഇൻ ഇൻസ്ട്രുമെൻറ്റ് ടെക്നോളജി, ഈ ഒരു ബ്രാഞ്ചിൻ്റെ കോഴ്സാണ്. ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ വരുന്ന ഡെമോൺ പോസ്റ്റുകളിലേക്ക് വരുന്ന എക്സാം ആയിരുന്നു അത്. ഓക്കെ, നല്ല പോസ്റ്റാണ് ആക്ച്വലി. ഇതിൻ്റെ ഡെമോൺ പോസ്റ്റിൻ്റെ വിവിധ ഡെമോൺസ്ട്രേറ്റർ ബ്രാഞ്ചുകൾ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് നടന്നിരിക്കുന്ന ഒരു എക്സാമ്പിളാണ്. അത്യാവശ്യം നല്ല നിലവാരം പുലർത്തിയിരുന്ന എക്സാമാണ്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു എക്സാമിൻ്റെ കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് 295/2021, 296/2021. ഇതാണ് ഇതിൻ്റെ കാറ്റഗറി നമ്പേഴ്സ്. ഓക്കെ, അത്യാവശ്യം നല്ല രീതിയിലുള്ള സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു. അത്ര ഈസി ആയിരുന്നില്ല. ഒരു ഡിപ്ലോമയാണുള്ള ബേസിക് ക്വാളിഫിക്കേഷൻ, അതുകൊണ്ട് തന്നെ അതിൻ്റേതായ ഒരു നിലവാരം പുലർത്തിയിരുന്നൊരു ചോദ്യ പേപ്പറാണ്. സോ അതുകൊണ്ട് തന്നെ കട്ട് ഓഫും മറ്റുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ലാസ്റ്റിൽ പറയാം. നിങ്ങൾ കീ നോക്കുക, കീയിലുള്ള മാർക്കുകൾ പറ്റുവാണെങ്കിൽ ഇവിടെ ഒന്ന് താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ സോ ദാറ്റ് നമുക്ക് എന്ത് ചെയ്യാം, ഒരു കട്ട് ഓഫൊക്കെ ഏകദേശം നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, പിന്നെ E&I ബ്രാഞ്ച് കുറേ ഇല്ലാത്തത് കാരണം തന്നെ അതിൻ്റെ ഒരു അത്ര അധികം വേക്കൻസികൾ ഉണ്ടാവുമോ എന്നുള്ള കാര്യം സംശയമുണ്ട്. പക്ഷേ എന്നിരുന്നാലും നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യാം, കയറി പോകാൻ പറ്റാവുന്ന ഒരു ലെവൽ ഓഫ് ബ്രാഞ്ചും എക്സാമും തന്നെയായിരുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ക്വസ്റ്റ്യൻ്റെ ഒരു ഡിസ്കഷൻ പോലെ നമുക്ക് നോക്കാം. ഡീറ്റെയിൽ ഡിസ്കഷൻ അല്ല, ആൻസർ കീ ഡിസ്കഷൻ മാത്രമാണ്. അതിൽ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്ത് എന്ത് ചെയ്യാം, പോവാം. ഓക്കെ, പിന്നെ കുറച്ച് കൺഫ്യൂസിങ് ആയിട്ടുള്ള ഫാക്റ്റുകൾ വരുന്ന സമയത്ത് അത് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ചെക്ക് ചെയ്യാനും ശ്രമിക്കാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, തെർമോകപ്പിൾ ഇൻസ്ട്രുമെൻറ്റ് അല്ലെ. തെർമോകപ്പിൾ എന്ന് പറയുന്നത് ഏതിൻ്റെ എക്സാമ്പിളാണ് എന്നുള്ളതാണ് ചോദ്യം അല്ലേ. തെർമോകപ്പിൾ എന്ന് പറയുന്നത് ഏതിൻ്റെ എക്സാമ്പിളാണ്? അപ്പോൾ നമുക്കറിയാം, ഒരു ആക്റ്റീവും പാസീവും കോൺസെപ്റ്റ് ഉണ്ട്. ആക്റ്റീവ് ട്രാൻസ്ഡ്യൂസർ, പാസീവ് ട്രാൻസ്ഡ്യൂസർ കോൺസെപ്റ്റ് ഉണ്ട്. അതിൽ ആക്റ്റീവ് ട്രാൻസ്ഡ്യൂസറിൽ വരുന്നതാണ് തെർമോകപ്പിൾ, അതുപോലെ തന്നെ സെല്ല് സംഭവങ്ങളായിട്ട് വരുന്നത്. ഓക്കെ, ഈ പാസീവ് ട്രാൻസ്ഡ്യൂസറിൽ വരുന്നതാണ് നിങ്ങളുടെ RLC കോൺസെപ്റ്റുകളൊക്കെ. ഓക്കെ, 6 റെസിസ്റ്റർ, തെർമിസ്റ്റർ, ഇതൊക്കെ വരുന്നത്. ഇവിടെ തെർമോകപ്പിൾ, അതുപോലെ തന്നെ സോളാർ സെല്ല്, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് നമുക്ക് ആക്റ്റീവ് ട്രാൻസ്ഡ്യൂസറിൽ എന്ത് ചെയ്യുന്നത് വരുന്നത്. ഓക്കെ, അപ്പോൾ അത് എനിക്ക് തോന്നുന്നു നല്ലൊരു ക്വസ്റ്റ്യനാണ്. നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുള്ള ഒരു ടൈപ്പ് ഓഫ് ചോദ്യമാണ്. നമ്മൾ എന്തായാലും ട്രാൻസ്ഡ്യൂസേഴ്സിനെ പറ്റി പഠിക്കുന്നതുകൊണ്ട് തന്നെ കിട്ടാൻ സാധ്യതയുള്ളൊരു ചോദ്യമാണത്. ഓക്കെ, സോ എല്ലാവരും അത് ആൻസർ ആയിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അടുത്തൊരു ക്വസ്റ്റ്യൻ, റെസിഡ്യൂവൽ വോൾട്ടേജ് LVDT ഈസ് ഡ്യൂ ടു. ഓക്കെ, ഇത് കുറച്ച് നല്ല ക്വസ്റ്റ്യനാണ് ആക്ച്വലി. റെസിഡ്യൂവൽ വോൾട്ടേജ്, LVDTയിലെ റെസിഡ്യൂവൽ വോൾട്ടേജ് എൻ്റെ കാരണം ആണ് ചോദിക്കുന്നത്. ഇതെല്ലാതും D ആണ് ആൻസറായിട്ട് വരുന്നത്. ഓക്കെ, ഓൾ ദ എബോവ് എന്നുള്ളതാണ് നമുക്കൊരു ആൻസറായിട്ട് വരുന്നത്. അടുത്ത ഒരു ക്വസ്റ്റ്യൻ, ഗേജ് ഫാക്ടർ ഈസ് ഹയസ്റ്റ് ഫോർ അല്ലേ. തന്നിരിക്കുന്നതിൽ ഗേജ് ഫാക്ടർ ഏറ്റവും കൂടുതൽ ഏതിനാണെന്നുള്ളൊരു ചോദ്യമാണ്. ഇതും ഗേജസും മറ്റുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായി അറിയുന്നവർക്ക് മാത്രമേ ആൻസർ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഗേജ് ഫാക്ടർ ഈസ് ഹയസ്റ്റ് ഫോർ യുവർ സെമി കണ്ടക്ടർ സ്ട്രെയിൻ ഗേജ് ആണ് കേട്ടോ. സെമി കണ്ടക്ടർ സ്ട്രെയിൻ ഗേജിനാണ് ഗേജ് ഫാക്ടർ ഹയസ്റ്റ് ആയിട്ട് വരുന്നത്. അടുത്തത്, പീസോ ഇലക്ട്രിക് ട്രാൻസ്ഡ്യൂസർ ഏതാണ് ടൈപ്പ് എന്നുള്ളതാണ് ചോദ്യം അല്ലേ. പീസോ ഇലക്ട്രിക് ട്രാൻസ്ഡ്യൂസർ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ തെർമോകപ്പിൾ പറഞ്ഞ പോലെ തന്നെ പീസോ ഇലക്ട്രിക്കും ഏത് തന്നെയാണ്, ആക്റ്റീവ് ട്രാൻസ്ഡ്യൂസറാണ്. ഞാൻ പറഞ്ഞാൽ പാസീവ് മെയിനായിട്ട് ഈ 6 ആ ഒരു കമ്പോണൻസ്, റെസിസ്റ്റർ, അങ്ങനത്തെ കമ്പോണൻസ് ആണ്. ഇവിടെ ഈ തെർമോകപ്പിൾ, അതുപോലെ തന്നെ പീസോ ഇലക്ട്രിക്, ഇതെല്ലാതും ഏത് തന്നെയാണ്, ആക്റ്റീവ് ട്രാൻസ്ഡ്യൂസറിൻ്റെ എക്സാമ്പിൾസ്. അപ്പോൾ ആ ഒരൊറ്റ കാര്യം കൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, 2 മാർക്ക് അതിൻ്റെ അകത്തുനിന്ന് ലഭിക്കുന്നതായിരിക്കും.
അടുത്തൊരു ക്വസ്റ്റ്യൻ, ദ ചേഞ്ച് ഇൻ ദ മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഓഫ് സർട്ടൻ മെറ്റീരിയൽസ് വെൻ ദേ ആർ മെക്കാനിക്കലി സ്ട്രെസ്ഡ്. മെക്കാനിക്കലി സ്ട്രെസ്ഡ് ആവുന്ന സമയത്ത് മാഗ്നറ്റിക് പ്രോപ്പർട്ടിയുടെ സർട്ടൻ മെറ്റീരിയൽസ് മാഗ്നറ്റിക് പ്രോപ്പർട്ടി ചേഞ്ച് ആവുന്നതിനെ വിളിക്കുന്ന പേര് എന്താണ്, അല്ലെങ്കിൽ ആ ഒരു പ്രോപ്പർട്ടിയെ എന്താണ് വിളിക്കുന്നത് എന്നുള്ളതാണ്. അതിനെ വിളിക്കുന്നവരാണ് വില്ലാരി എഫക്റ്റ്. ഓക്കെ, ദാറ്റ് ഈസ് കോൾഡ് വില്ലാരി എഫക്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, വെരി ലാർജ് വാല്യൂ ഓഫ് ഹോൾ എഫക്റ്റ് EMF ഈസ് ഒബ്സർവ്ഡ് ഇൻ. അപ്പോൾ ഹോൾ എഫക്റ്റ് EMFൻ്റെ ഭയങ്കരമായിട്ടുള്ള ചേഞ്ച് നമുക്കറിയാം സെമി കണ്ടക്ടർ മെറ്റീരിയലുകളാണ് സാധാരണ അതിൻ്റെ ഒരു എഫക്റ്റ് ഉണ്ടാകുന്നത്, അല്ലേ, സെമി കണ്ടക്ടർ മെറ്റീരിയൽസ്. അടുത്തൊരു ക്വസ്റ്റ്യൻ, ദ ചേഞ്ച് ഇൻ റെസിസ്റ്റിവിറ്റി ഡ്യൂ ടു സ്ട്രെയിൻ, അല്ലേ, സ്ട്രെയിൻ കാരണമുള്ള റെസിസ്റ്റിവിറ്റിയുടെ ചേഞ്ചിനെ ഇത് ഈസ് നോൺ ആസ്. ഓക്കെ, തന്നിരിക്കുന്ന ഓപ്ഷൻ ആക്ച്വലി അതിൽ എന്തില്ല, ഇല്ല, അല്ലേ. നമ്മൾ സാധാരണ സ്ട്രെയിൻ ഗേജ് സെറ്റപ്പിലൊക്കെയാണ് എന്ത് ചെയ്യുന്നത് വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, എ സെൻസർ വിച്ച് ഈസ് ഏബിൾ ടു ഡിറ്റക്ട് ദ പ്രസൻസ് ഓഫ് നിയർ ബൈ ഒബ്ജക്ട്സ്. ഓക്കെ, ഇത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ചോദ്യമാണ്, അല്ല. നിയർ ബൈ ഒബ്ജക്ട്സിൻ്റെ ഇത് വരുന്നത് ഏതാണെന്ന് വെച്ചാൽ പ്രോക്സിമിറ്റി സെൻസറാണ്. ഓക്കെ, പ്രോക്സിമിറ്റി സെൻസറാണ്. സെൻസേഴ്സ് ആൻഡ് ട്രാൻസ്ഡ്യൂസേഴ്സിൽ വരുന്ന സെക്ഷനിൽ സെൻസേഴ്സിൽ വരുന്നതാണ്. നിയർ ബൈ ഒബ്ജക്ട്സിൻ്റെ കാര്യങ്ങളൊക്കെ സെൻസ് ചെയ്യുന്നത് ഏതാണ്? യെസ്, ഇറ്റ് ഈസ് യുവർ പ്രോക്സിമിറ്റി സെൻസർ. അടുത്തൊരു ക്വസ്റ്റ്യൻ, ഇന്ന കപ്പാസിറ്റർ ട്രാൻസ്ഡ്യൂസർ. കപ്പാസിറ്റർ നമുക്ക് എന്ത് ചെയ്യണം? കൂട്ടണം, അല്ലെ. കപ്പാസിറ്റർ നമുക്ക് എങ്ങനെ കൂട്ടാം എന്നുള്ളതാണ് ചോദ്യം. അത് ആക്ച്വലി സിമ്പിളാണ്. വെറുതെ കപ്പാസിറ്ററിൻ്റെ ഫോർമുല മാത്രം ആലോചിച്ചാൽ മതി. കപ്പാസിറ്റർ C=ε/A/d എന്നുള്ളതാണ്. കപ്പാസിറ്റർ എന്ത് ചെയ്യണം? കൂട്ടണം. അപ്പോൾ ഡിസ്റ്റൻസ് എന്ത് ചെയ്യണം? കുറച്ചാൽ മതി, അല്ലേ. സെപ്പറേഷൻ്റെ പ്ലേറ്റിൻ്റെ ഡിസ്റ്റൻസ് കുറച്ചാൽ തന്നെ എന്ത് ചെയ്യാം? നമുക്ക് കപ്പാസിറ്റൻസ് എന്ത് ചെയ്യാം? കൂട്ടാം, അല്ലേ. വളരെ സിമ്പിളായിട്ടുള്ളൊരു ചോദ്യമാണ് അത്. അടുത്തൊരു ക്വസ്റ്റ്യൻ, ഇൻ ഓർഡർ ടു ഗെറ്റ് ഹൈ സെൻസിറ്റിവിറ്റി എ പൊട്ടൻഷ്യോമീറ്റർ ഷുഡ് ഹാവ്. ഓക്കെ, നല്ല രീതിയിലുള്ള സെൻസിറ്റിവിറ്റി ഉണ്ടാവണമെങ്കിൽ ഒരു പൊട്ടൻഷ്യോമീറ്ററിന് എന്താണ് ആവശ്യം എന്നുള്ളതാണ്. യെസ്, ഇൻപുട്ട് വോൾട്ടേജും ഹൈ ആവുന്ന നല്ലതാണ്, അതുപോലെ തന്നെ ലെങ്ത്തും എന്താണ് ഹൈ ആവുന്നത് നല്ലതാണ്. ഓക്കെ, സോ ബോത്ത് A ആൻഡ് B എന്നുള്ളതാണ് അതിൻ്റെ ഒരു ആൻസറായിട്ട് വരുന്നത്. അടുത്തൊരു ക്വസ്റ്റ്യൻ, ദ അൺഡിസൈറബിൾ ക്യാരക്ടറിസ്റ്റിക്സ് ഫോർ എ സ്ട്രെയിൻ ഗേജ് ഈസ്. ഓക്കെ, സ്ട്രെയിൻ ഗേജിൻ്റെ ഒരു അൺഡിസൈറബിൾ ക്യാരക്ടറിസ്റ്റിക്സ് ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ നമുക്കൊരു ലോ റെസിസ്റ്റൻസ് ടെമ്പറേച്ചർ കോഫിഷ്യന്റ് നല്ലതാണ്, ലീനിയർ റെസ്പോൺസ് നല്ലതാണ്, ഗുഡ് ഫ്രീക്വൻസി റെസ്പോൺസ് നല്ലതാണ്, ഹൈ ഹിസ്റ്ററിസിസ് ഉണ്ടാവാൻ പാടില്ല. അതായത് ഒരു ലോസ് പോലത്തെ ഒരു ഫീച്ചറാണ്, അതുപോലെ തന്നെ ലാഗിങ് ഇഷ്യൂ വരുന്നതാണ്. അപ്പോൾ ഹൈ ഹിസ്റ്ററിസിസ് ഒരു അൺഡിസൈറബിൾ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഓക്കെ, അത് കറക്റ്റായിട്ടുള്ള ഡിസൈറബിൾ ക്യാരക്ടറിസ്റ്റിക്സ് അല്ല ഒരിക്കലും. അടുത്തൊരു ക്വസ്റ്റ്യൻ, വേരിയബിൾ ഇൻഡക്റ്റീവ് ട്രാൻസ്ഡ്യൂസർ വർക്ക്സ് ആണ്, അല്ല. വേരിയബിൾ ഇൻഡക്റ്റീവ് ട്രാൻസ്ഡ്യൂസർ ഏതിലാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ്. വേരിയബിൾ ഇൻഡക്റ്റീവ് ട്രാൻസ്ഡ്യൂസർ ഇത് ആക്ച്വലി ബിറ്റ് കോൺഫ്യൂസിങ് ആണ്. മീൻസ് ഇൻഡക്റ്റൻസ് എന്തായാലും വരും. ഓക്കെ, ഓപ്ഷൻ ഓൾ ദ അബവ് ആണ് തന്നിരിക്കുന്നത്. ചലഞ്ച് ചെയ്യുന്നവർക്ക് എന്ത് ചെയ്യാം? ചലഞ്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ അത്തരത്തിലുള്ളൊരു ഓപ്ഷനാണത്. നിങ്ങൾക്കത് നോക്കി എന്ത് ചെയ്യാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ആർ ദ ഫോളോയിങ് ഈസ് എ സിന്തറ്റിക് പീസോ ഇലക്ട്രിക് മെറ്റീരിയൽ. ഓക്കെ, സോ ഒരു സിന്തറ്റിക് പീസോ ഇലക്ട്രിക് മെറ്റീരിയൽ ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. തന്നിരിക്കുന്ന ഒരു സിന്തറ്റിക് പീസോ ഇലക്ട്രിക് മെറ്റീരിയൽ ലിഥിയം സൾഫേറ്റ് ആണ് കേട്ടോ. ലിഥിയം സൾഫേറ്റ് ആണ് ഒരു സിന്തറ്റിക് പീസോ ഇലക്ട്രിക് മെറ്റീരിയൽ എന്ന് വരുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് നമുക്കൊരു ആൻസറായിട്ട് വരുന്നത്. അടുത്തൊരു ക്വസ്റ്റ്യൻ, ഹോൾ എഫക്റ്റ് ട്രാൻസ്ഡ്യൂസർ ക്യാൻ ബി യൂസ്ഡ് ഫോർ ദ മെഷർമെൻറ്റ് ഓഫ്. ഓക്കെ, ഹോൾ എഫക്റ്റ് ട്രാൻസ്ഡ്യൂസർ ഏതിൻ്റെ മെഷർമെൻറ്റിനാണ് ഉപയോഗിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്കറിയാം ഹോൾ എഫക്റ്റിൻ്റെ പ്രത്യേകത, ഹോൾ എഫക്റ്റ് കോഫിഷ്യൻ്റ് ഒക്കെ എന്തിനു പ്രൊപ്പോഷനാണ്? കറണ്ടിന് പ്രൊപ്പോഷനാണ്. ഓക്കെ, അപ്പം ഇറ്റ് ഈസ് ആക്ച്വലി യൂസ് ഫോർ ദ മെഷർമെൻറ്റ് ഓഫ് കറണ്ട്, അല്ലേ. അടുത്തത്, എക്സ്ട്രീംലി ലോ വാല്യൂസ് ഓഫ് ലൂമിനസ് ഇൻറ്റൻസിറ്റി ക്യാൻ ബി ഡിറ്റക്റ്റഡ് യൂസിങ്, അല്ലേ. ലൂമിനസ് ഇൻറ്റൻസിറ്റിയുടെ വളരെ ലോ വാല്യൂസ് നമ്മളെങ്ങനെ, എക്സ്ട്രീംലി ലോ വാല്യൂസ് നമുക്ക് എങ്ങനെ ഡിറ്റക്റ്റ് ചെയ്യാം എന്നുള്ളതാണ് ചോദ്യം. ഇറ്റ് ക്യാൻ ബി ഡിറ്റക്റ്റഡ് ബൈ ഫോട്ടോ മൾട്ടിപ്ലയർ ട്യൂബ്സ്. ഓക്കെ, ഫോട്ടോ മൾട്ടിപ്ലയർ ട്യൂബ്സ് ആണ് എക്സാമ്പിൾ. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ആർ ദ ഫോളോയിങ് ഈസ് നോട്ട് എ യൂണിറ്റ് ഓഫ് പ്രഷർ. ഓക്കെ, പ്രഷറിൻ്റെ യൂണിറ്റ് അല്ലാത്തത് ഏതാണ്? നമുക്കറിയാം ബാറ്, അതേപോലെ തന്നെ PSA, അതുപോലെ തന്നെ ടോറ് മുതലായ സംഭവങ്ങളാണ്. അപ്പം ഏതാണ്? റാങ്കൈൻ ആണ് ഉത്തരം വരുന്നത്. ഓക്കെ, റാങ്കൈൻ ആണ് ഉത്തരം വരുന്നത്. അടുത്തൊരു ക്വസ്റ്റ്യൻ, കാരണം റാങ്കൈൻ ഒരു സൈക്കിള് ആണ് വരുന്നത്. അപ്പോൾ റാങ്കൈൻ സൈക്കിൾ സ്റ്റീം എഞ്ചിൻ, കോൾ പവർ പ്ലാന്റിലൊക്കെ വരുന്നതാണ്. ഓക്കെ, അപ്പോൾ അത് ഒരു യൂണിറ്റ് അല്ല, ബാക്കിയുള്ളതൊക്കെ എന്താണ്? യൂണിറ്റ്സ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് യൂസ്ഡ് ഇൻ മാനോമീറ്റർ, അല്ലേ. മാനോമീറ്ററിൽ
ഏതാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ്. നമുക്കറിയാം മാനോമീറ്ററിൽ ഈ പറഞ്ഞ എല്ലാതും ഉപയോഗിക്കാം. ഓക്കെ, ലിക്വിഡ്സ് ആണ് ജനറലി പറയുന്നത്. ഓക്കെ, അപ്പോൾ ഓൾ ദ അബോവ്. അടുത്തത് തെർമൽ കണ്ടക്ടിവിറ്റി ഗേജ് യൂസ്ഡ് ഫോർ പ്രഷർ മെഷർമെൻറ്റ് ഈസ്. അല്ല, പ്രഷർ മെഷർമെൻറ്റ് നമ്മൾ തെർമൽ കണ്ടക്ടിവിറ്റി ഗേജ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അത് ഏത് ഗേജ് ആണെന്ന് വെച്ചാൽ പിറാനി ഗേജ് ആണ് കേട്ടോ, പിറാനി ഗേജ്. അടുത്ത ക്വസ്റ്റ്യൻ, റാപ്പിഡ് ചേഞ്ചസ് ഓഫ് പ്രഷർ ക്യാൻ ബി മെഷേർഡ് ബൈ യൂസിങ്. പ്രഷറിൻ്റെ റാപ്പിഡ് ചേഞ്ചസ് നമുക്ക് എങ്ങനെ മെഷർ ചെയ്യാം എന്നുള്ളതാണ്. വി ക്യാൻ യൂസ് പീസോ ഇലക്ട്രിക് പ്രഷർ ഗേജ്. ഓക്കെ, ഇതൊക്കെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. നമുക്കത് കൃത്യമായിട്ട് അനലൈസ് ചെയ്താൽ എന്ത് ചെയ്യാം, ആൻസർ ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ, ഡിസ്പ്ലേസർ ടൈപ്പ് ലെവൽ ഡിറ്റക്ടർ വർക്ക്സ് ഓൺ. ഡിസ്പ്ലേസർ ടൈപ്പ് ലെവൽ ഡിറ്റക്ടർ വർക്ക്സ് ഓൺ ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ എന്നുള്ളതാണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ഫോർ നോൺ കോണ്ടാക്ട് മെത്തഡ് ഓഫ് ലെവൽ മെഷർമെൻറ്റ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് മോസ്റ്റ് സ്യൂട്ടഡ്. ഓക്കെ, നോൺ കോണ്ടാക്ട് മെത്തഡ് ഓഫ് ലെവൽ മെഷർമെൻറ്റ് ഏതാണ് സ്യൂട്ടബിൾ എന്ന് വെച്ചാൽ റേഡിയേഷൻ ലെവൽ മെഷർമെൻ്റ് ആണ് സ്യൂട്ടബിൾ, മോസ്റ്റ് സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഡയറക്റ്റ് ലെവൽ മെഷറിംഗ് മെത്തേഡ്. ഓക്കെ, ഒരു ഡയറക്റ്റ് ലെവൽ മെഷറിംഗ് മെത്തേഡ് അല്ലാത്തത് ഏത് എന്നുള്ളതാണ് ചോദ്യം. ഡയറക്റ്റ് ലെവലിംഗ് മെഷർ അല്ലാത്തത് കപ്പാസിറ്റീവ് ലെവൽ മെഷർമെൻ്റ് ആണ്. ഓക്കെ, കപ്പാസിറ്റീവ് ലെവൽ മെഷർമെൻ്റ് ആണ് വരുന്നത്. ഓക്കെ, അടുത്തത് ഒരു കാൽക്കുലേഷൻ ടൈപ്പ് സാധനമാണ്. എന്താണ് 40 ഡിഗ്രി സെൽഷ്യസ് എത്ര ഫാരൻഹീറ്റ് ആണ് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം അല്ലേ. നമ്മൾ ഫാരൻഹീറ്റ് കൺവേർഷൻ ക്വസ്റ്റ്യൻ ആണിത്. അതിന് ആൻസർ ആയിട്ട് വരുന്നത് 104 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ് അല്ലേ. 104 ഡിഗ്രി ഫാരൻഹീറ്റ് വളരെ ബേസിക്സ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് സ്യൂട്ടബിൾ ഫോർ നോൺ കോണ്ടാക്ട് ടെമ്പറേച്ചർ മെഷർമെൻറ്റ്. ഓക്കെ, നോൺ കോണ്ടാക്ട് ടെമ്പറേച്ചർ മെഷർമെൻറ്റിന് നമ്മൾ യൂസ് ചെയ്യുന്നത് ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. നമ്മൾ ടെമ്പറേച്ചർ മെഷർമെൻറ്റിന് നോൺ കോണ്ടാക്ട് ആണെങ്കിൽ വി യൂസ് റേഡിയേഷൻ പൈറോമീറ്റർ. ഓക്കെ, റേഡിയേഷൻ പൈറോമീറ്റർ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ദ കണ്ടക്ടർ കോമൺലി യൂസ്ഡ് ഫോർ ദ കൺസ്ട്രക്ഷൻ ഓഫ് RTD. ഓക്കെ, RTDയുടെ കൺസ്ട്രക്ഷൻ നമ്മൾ ഉപയോഗിക്കുന്ന കണ്ടക്ടർ ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. വി ജനറലി യൂസ് പ്ലാറ്റിനം ആണ് കേട്ടോ, പ്ലാറ്റിനം. ഓക്കെ, പ്ലാറ്റിനം ആണ് എന്ത് ചെയ്യുന്നത് വരുന്നത്. അടുത്തൊരു ക്വസ്റ്റ്യൻ, ഇൻ ഇലക്ട്രോമാഗ്നറ്റിക് ഫ്ലോ മീറ്റേഴ്സ് ഇൻഡ്യൂസ്ഡ് വോൾട്ടേജ് അല്ലേ. ഒരു ഇലക്ട്രോമാഗ്നറ്റിക് ഫ്ലോ മീറ്ററിൽ ഇൻഡ്യൂസ്ഡ് വോൾട്ടേജ് എന്തിന് പ്രപ്പോർഷണൽ ആണ് എന്നുള്ളതാണ് ചോദ്യം. In electromagnetic flow meters, induced voltage directly proportional to your flow velocity. Okay, flow velocity ആണ് എന്ത് ചെയ്യുന്നത് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ആവുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, സിലിണ്ടർ ആൻഡ് പിസ്റ്റൺ ടൈപ്പ് ഫ്ലോ മീറ്റർ ഈസ്. ഓക്കെ, സിലിണ്ടർ ആൻഡ് പിസ്റ്റൺ ടൈപ്പ് ഫ്ലോ മീറ്റർ എന്ന് പറയുന്നത് ഏതാണെന്നാണ് ചോദ്യം. ഇറ്റ് ഈസ് നത്തിങ് ബട്ട് എ വേരിയബിൾ ഏരിയ ഫ്ലോ മീറ്റർ. ഓക്കെ, അതെന്താണ് വേരിയബിൾ ഏരിയ ഫ്ലോ മീറ്റർ എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്തൊരു ക്വസ്റ്റ്യൻ, സ്റ്റോക്സ് ഈസ് ദ യൂണിറ്റ് ഓഫ് അല്ലേ. സ്റ്റോക്സ് ഏതിൻ്റെ യൂണിറ്റ് ആണെന്നുള്ളതാണ്. സ്റ്റോക്സ് നമ്മുടെ കൈനമാറ്റിക് വിസ്കോസിറ്റിയുടെ യൂണിറ്റ് ആണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, ഹോട്ട് വെയർ അനീമോമീറ്റർ ഈസ് യൂസ്ഡ് ഫോർ ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ഹോട്ട് വെയർ അനീമോമീറ്റർ എന്നത് ഫ്ലോ മെഷർമെൻറ്റിൻ്റെ ആൻസറാണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ, വിയേഴ്സ് ആർ യൂസ്ഡ് ഫോർ ഓപ്പൺ ചാനൽ ഫ്ലോ മെഷർമെൻറ്റ് ആണ് വരുന്നത്. അടുത്ത, കമ്പയർ ടു ഓപ്പൺ ലൂപ്പ് സിസ്റ്റം ക്ലോസ് ലൂപ്പ് സിസ്റ്റത്തിൻ്റെ പ്രത്യേകതയാണ് ചോദിക്കുന്നത്. ഓപ്പൺ ലൂപ്പ് സിസ്റ്റത്തിനെ കമ്പയർ ചെയ്യുമ്പോൾ ക്ലോസ് ലൂപ്പ് സിസ്റ്റം എന്ന് പറയുന്നത് എന്താണ്, യെസ് കുറച്ചും കൂടി എന്താണ് അവർ കുറച്ചും കൂടി കോംപ്ലക്സ് ആണ്, എക്സ്പെൻസീവ് ആണ്, അറ്റ് ദ സെയിം ടൈം സെൻസിറ്റീവിറ്റി എന്താണ് കുറവാണല്ലോ, ഡിസ്റ്റർബൻസുകളൊന്നും അധികം പ്രശ്നമില്ല. അപ്പോൾ സി ആണ് നമുക്കൊരു ഉത്തരം വരുന്നത്. അതിൽ രണ്ടും എന്താണ് കറക്റ്റാണ് അല്ലേ. അടുത്തത്, ഫോഴ്സ് കറണ്ട് അനലോജിയിൽ വെലോസിറ്റി എന്ന് പറയുന്നത് എന്തിനെ സൂചിപ്പിക്കുന്നു എന്നുള്ളതാണ് ചോദ്യം. നമുക്കറിയാം ഫോഴ്സ് കറണ്ട് അനലോജി വെലോസിറ്റി എന്തിനെ സൂചിപ്പിക്കുന്നു, യെസ് ഇറ്റ് സൂചിപ്പിക്കുന്നത് വോൾട്ടേജിനെയാണ് അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ, ദ പ്രൊഡക്റ്റ് ഓഫ് ഓൾ branch gain, product of all branch gain in a closed loop in a signal flow graph is known as എന്താണ് എന്നുള്ളതാണ് ചോദ്യം. It is called as your
ലൂപ്പ് ഗെയിൻ എന്നുള്ളതാണ് ആൻസർ. ഓക്കെ, സോ ഇറ്റ് ഈസ് കോൾഡ് ആസ് യുവർ ലൂപ്പ് ഗെയിൻ. ക്ലിയർ? അടുത്ത ഒരു ക്വസ്റ്റ്യൻ, ദ ഹയസ്റ്റ് പവർ ഓഫ് എസ് ഇൻ ദ ഡിനോമിനേറ്റർ ട്രാൻസ്ഫർ ഫംഗ്ഷനെ വിളിക്കുന്ന പേര് എന്താണ്? ഏതാണ് വരുന്നത്? ഹയസ്റ്റ് പവർ ഓഫ് എസ് എന്ന് പറയുന്നത് ഏതാണ്? യെസ്, അത് നമ്മുടെ ഓർഡറിനാണ് സൂചിപ്പിക്കുന്നത് അല്ലേ. എസ് റൈസ് ടു പവർ എത്രയാണോ, ഇപ്പോൾ 0 ആണെങ്കിൽ 0 ഓർഡർ, എസ് റൈസ് ടു 1 ആണെങ്കിൽ ഫസ്റ്റ് ഓർഡർ, അങ്ങനെ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ദ സിസ്റ്റം റെസ്പോൺസ് ഡ്യൂറിങ് വിച്ച് ദ ഔട്ട്പുട്ട് ചേഞ്ചസ് ഫ്രം വൺ വാല്യൂ ടു അനദർ വാല്യൂ. ഒരു വാല്യൂ നിന്ന് മറ്റൊരു വാല്യൂയിലേക്ക് സിസ്റ്റം റെസ്പോൺസ് ഔട്ട്പുട്ട് എന്ത് ചെയ്യുന്നു, ചേഞ്ച് ചെയ്യുന്നു എന്ന് പറയുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ അത് ട്രാൻസിയൻറ്റ് റെസ്പോൺസ് ആണ് അല്ലേ, ട്രാൻസിയൻറ്റ് റെസ്പോൺസ്. അടുത്തത് റേഷ്യോ ഓഫ് യുവർ ആക്ച്വൽ ഡാമിങ് ടു ക്രിട്ടിക്കൽ ഡാമിങ്. ഓക്കെ, ആക്ച്വൽ ഡാമിങ് ടു ക്രിട്ടിക്കൽ ഡാമിങ് റേഷ്യോ എന്താണെന്ന് ചോദിച്ചാൽ അതാണ് നമ്മുടെ എന്താണ് ഡാമ്പിങ് റേഷ്യോ അല്ലേ. ആക്ച്വൽ ഡാമിങ് ഡിവൈഡ് ബൈ യുവർ ക്രിട്ടിക്കൽ ഡാമിങ് എന്ന് പറഞ്ഞാൽ ഏതാണ്? ഡാമ്പിങ് റേഷ്യോ. അടുത്ത ക്വസ്റ്റ്യൻ, ഫോർ എ ക്രിട്ടിക്കലി ഡാംഡ് സിസ്റ്റം ഡാമിങ് റേഷ്യോ ഈസ് അല്ലെ. ഒരു ക്രിട്ടിക്കലി ഡാംഡ് സിസ്റ്റത്തിന് ഡാമിങ് റേഷ്യോ എന്ന് പറയുന്നത് എന്തായിരിക്കും? ക്രിട്ടിക്കലി ഡാംഡ് ആയ ഉടനെ ഡാമിങ് റേഷ്യോ എന്ന് പറയുന്നത് എത്രയാണ്? 1 ആണ് അല്ലേ, 1. ബാക്കി ലെസ് ദാൻ 1 നമുക്കറിയാം, അണ്ടർ ഡാംഡ്, ഗ്രേറ്റർ ദാൻ 1, ഓവർ ഡാംഡ്, ഈസ് ഈക്വൽ ടു 0, അൺഡാംഡ് അല്ലേ, എല്ലാതും നമുക്ക് അറിയാവുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇഫ് ഈച്ച് ടേം ഓഫ് ദ ഫസ്റ്റ് കോളം, നമ്മൾ റൂത്ത് അറേ വരയ്ക്കുന്ന സമയത്ത് ഫസ്റ്റ് കോളത്തിലെ എല്ലാ ടേമും പോസിറ്റീവ് ആണെങ്കിൽ നമുക്കറിയാം ഡെഫിനറ്റ്ലി അതെന്തായിരിക്കും? അത് സ്റ്റേബിൾ ആയിരിക്കും അല്ലേ. കാരണം അതിനൊരു കണ്ടീഷനാണ്, റൂത്ത് അറേൻ്റെ ഒരു ബേസിക് കണ്ടീഷനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് പറയുന്നത്, ഫസ്റ്റത്തെ കോളത്തിലെ എല്ലാ എലമെൻറ്റ്സും എന്തായിരിക്കണം? പോസിറ്റീവ് ആവണം എന്നുള്ളത് അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ, നിക്കോൾസ് ചാർട്ട് ക്യാൻ ബി യൂസ്ഡ് ടു ഡിറ്റർമൈൻ. നിക്കോൾസ് ചാർട്ടിൻ്റെ ഉപയോഗം എന്താണ് എന്നുള്ളതാണ് ചോദ്യം. നിക്കോൾസ് ചാർട്ടിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഡിറ്റർമൈൻ ദ ക്ലോസ്ഡ് ലൂപ്പ് ഫ്രീക്വൻസി റെസ്പോൺസ്. ഓക്കെ, ക്ലോസ്ഡ് ലൂപ്പ് ഫ്രീക്വൻസി റെസ്പോൺസ് ആണെന്ന് നമുക്കറിയാം. അതിൽ തന്നെ ഏതാണ്? ക്ലോസ്ഡ് ലൂപ്പാണ് അല്ലേ. അടുത്ത്, സ്റ്റേറ്റ് വേരിയബിൾ അപ്രോച്ച് ഈസ് അപ്ലിക്കബിൾ ടു അല്ലേ. സ്റ്റേറ്റ് വേരിയബിൾ അപ്രോച്ച് എവിടെയാണ് അപ്ലിക്കബിൾ എന്നുള്ളതാണ് ചോദ്യം. അതൊരു ലീനിയർ ടൈം ഇൻവേരിയൻറ്റിലും എല്ലാ സ്ഥലത്തും എന്താണ് അപ്ലിക്കബിൾ ആണ്. ഓക്കെ, കീഴിൽ ഡൗട്ടുള്ളവർക്ക് അത് ജസ്റ്റ് ഒന്ന് ചലഞ്ച് ചെയ്യാം. പ്രൂഫും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്താൽ മതി, നമ്മളത് പ്രസൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ളത് ക്യാൻസലേഷൻ മെത്തേഡ്സ് ഒക്കെ എന്ത് ചെയ്യും, കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ, ഇഫ് ഗെയിൻ മാർജിൻ ഈസ് 0 dB then the system is അല്ലേ. 0 dB ആണെങ്കിൽ എന്താണെന്നുള്ളതെന്ന് വെച്ചാൽ മാർജിനലി സ്റ്റേബിൾ ആണ് കേട്ടോ, മാർജിനലി സ്റ്റേബിൾ. ദ റൂട്ട് ലോക്കസ് ഒറിജിനേറ്റ്സ് ഫ്രം. ഓക്കെ, റൂട്ട് ലോക്കസ് എവിടെ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ എവിടെ നിന്നാണ്? ഓപ്പൺ ലൂപ്പ് പോൾസ് എന്നാണ് അല്ലേ. പോൾസ് നിന്ന് ഒറിജിനേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യും? സീറോസിലേക്ക്. അത് തന്നെ ഓപ്പൺ ലൂപ്പ് പോൾസ് ആണ്. അടുത്ത് ഒരു പ്രോബ്ലം ആണല്ലേ, വെലോസിറ്റി ഫ്ലോ വോളിയം ആൽക്കോഹോൾ ഈസ് പമ്പ്ഡ് ത്രൂ എ പൈപ്പ് ഓഫ് 10 cm ഡയമീറ്റർ തന്നിട്ടുണ്ട്. ഡയമീറ്റർ അറ്റ് 4 m/s ഫ്ലോ വെലോസിറ്റി. ഫൈൻഡ് ദ വോളിയം ഫ്ലോ റേറ്റ് എത്രയാണ് എന്നുള്ളതാണ് ചോദ്യം അല്ലേ. അപ്പോൾ നമുക്ക് എത്രയാണ്? യെസ്, എ ആണ് കേട്ടോ ഓപ്ഷൻ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു സെൻസറിൻ്റെ ഒരു പ്രോബ്ലം ആണ് ആക്ച്വലി, അത് ഓപ്ഷൻ എ ആണ്. അടുത്ത, കൺട്രോളർ വിത്ത് മാക്സിമം സ്റ്റെബിലൈസിങ് ടൈം. ഓക്കെ, മാക്സിമം സ്റ്റെബിലൈസിങ് ടൈം ഉള്ള കൺട്രോളർ ഏതാണെന്ന് വെച്ചാൽ PI കൺട്രോളറാണ് കേട്ടോ, PI കൺട്രോളറാണ്. കൺട്രോളർ വിത്ത് മാക്സിമം സ്റ്റെബിലൈസിങ് ടൈം. അടുത്തൊരു ക്വസ്റ്റ്യൻ, ഇൻ എ പ്രൊപ്പോർഷണൽ കൺട്രോളർ ഓഫ്സെറ്റ് ക്യാൻ ബി ഡിക്രീസ്ഡ് ബൈ. പ്രൊപ്പോർഷണൽ കൺട്രോളറിൽ ഓഫ്സെറ്റ് എങ്ങനെ ഡിക്രീസ് ചെയ്യാം എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ ബൈ ലാർജർ പ്രൊപ്പോർഷണൽ ഗെയിൻ. ഓക്കെ, ലാർജർ പ്രൊപ്പോർഷണൽ ഗെയിൻ ഉപയോഗിച്ച് എന്ത് ചെയ്യാം? നമുക്ക് ഡിക്രീസ് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ട്രൂ റിഗാർഡിങ് ഫ്ലാഷിംഗ്. ഓക്കെ, ഫ്ലാഷിംഗ് റിലേറ്റ് ചെയ്തുകൊണ്ട് ഏതാണ് ട്രൂ എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ ബി ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ എയർ ടു ക്ലോസ് ന്യൂമാറ്റിക് വാൽവ് ഇഫ് ദ എയർ സപ്ലൈ അബോവ് ദ ഡയഫ്രം ഇസ് ലോ ദ വാൾവിൽ സംഭവിച്ച വാൾവിൽ ഫെയിൽ ഓപ്പൺ. അടുത്തൊരു പ്രോബ്ലം ക്വസ്റ്റ്യൻ ആണ്. ഈക്വൽ പെർസെൻറ്റേജ് വാൾവ് ആസ് മാക്സിമം വാല്യൂ തന്നെ മിനിമം എന്ന് പറഞ്ഞിട്ട് ഫ്ലോ ആണ് നമുക്ക് കാണേണ്ടത്. ആൻസർ ബി ആണ് കേട്ടോ, ബി. അത് ക്വസ്റ്റ്യൻ, ദ കൺട്രോൾ സിസ്റ്റം വിച്ച് ഹാസ് മോർ ദാൻ 1 കൺട്രോളർ. ഓക്കെ, ഒരു കൺട്രോളറിന് മുകളിലുള്ള കൺട്രോൾ സിസ്റ്റം ഏതാണ് എന്നുള്ളതാണ് ചോദിക്കുന്നത്. അതിനാണ് കാസ്കേഡ് എന്ന് വിളിക്കുന്നത്. കുറേയേറെ കൺട്രോളർ സിസ്റ്റമാണ് വരുന്നത്, കാസ്കേഡ് ആണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ,
control algorithm with one controlled output and more than one manipulated variable. അല്ലേ, ഒരു കൺട്രോൾഡ് ഔട്ട്പുട്ടും കുറേ മാനിപ്പുലേറ്റഡ് വേരിയബിളിൻ്റെയും കൺട്രോൾ അൽഗോരിതത്തിനെ വിളിക്കുന്ന പേര് എന്താണെന്ന് വെച്ചാൽ അത് സ്പ്ലിറ്റ് റേഞ്ച് കൺട്രോൾ ആണ് കേട്ടോ. അതിന് വിളിക്കുന്ന പേര് എന്താണ്? സ്പ്ലിറ്റ് റേഞ്ച് കൺട്രോൾ. അടുത്ത ക്വസ്റ്റ്യൻ, വിത്ത് ഇൻക്രീസ് ഇൻ പ്രപ്പോർഷണൽ ഗെയിൻ സ്പീഡ് ഓഫ് കൺട്രോൾ സിസ്റ്റം ദ റെസ്പോൺസ് വിൽ. ഗെയിൻ സ്പീഡ് കൂടി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക എന്നുള്ളതാണ്. ഇൻക്രീസസ് ആണ് കേട്ടോ, ഇൻക്രീസസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, PLC ക്യാൻ ബി പ്രോഗ്രാംഡ് യൂസിങ്. ഓക്കെ, PLC നമുക്ക് എങ്ങനെ പ്രോഗ്രാം എന്ന് വെച്ചാൽ എല്ലാതും സ്ട്രക്ചർ ടെസ്റ്റ്, ലാഡർ ലോജിക്ക് എല്ലാതും വരുന്നുണ്ട്. ഗ്രീൻ കളർ ഇൻഡിക്കേറ്റ്സ് വിച്ച് ടൈപ്പ് ഓഫ് വയർ ഇൻ ലാബ് വ്യൂ എന്നൊക്കെ, അത് ബൂളിയൻ ആണ് കേട്ടോ, ബൂളിയൻ. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ട്രൂ റിഗാർഡിങ് ആൻ ഐഡിയൽ ഓപ്പ് ആമ്പ്. ഓക്കെ, ഒരു ഐഡിയൽ ഓപ്പ് ആമ്പിനെ സംബന്ധിച്ച് ഏതല്ല എന്നുള്ളതാണ് ചോദ്യം. നമുക്കറിയാം ഐഡിയൽ ഓപ്പ് ആമ്പിൽ ഗെയിൻ ഇൻഫിനിറ്റ് ആയിരിക്കണം, ഔട്ട്പുട്ട് ഇമ്പിഡൻസ് ലോ ആയിരിക്കണം അല്ലേ, ഇൻപുട്ട് ഇമ്പിഡൻസ് ആയിരിക്കണം ഇൻഫിനിറ്റി. അടുത്ത ക്വസ്റ്റ്യൻ, സിമ്പിൾ ഫോർ കണ്ടിന്യൂസ് ന്യൂമാറ്റിക് സിമ്പിൾ ഇൻ P&I ഡയഗ്രാം. ഓക്കെ, P&I ഡയഗ്രത്തിൽ കണ്ടിന്യൂസ് സിമ്പിൾ എന്നുള്ളതാണ് എ, ഓപ്ഷൻ എ ആണ് കേട്ടോ. അടുത്ത സിമ്പിൾ ഓഫ് ഗേറ്റ് വാൾവ് ഏതാണെന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ ബി ആണ് ഉത്തരം. അടുത്ത ടെലിമെട്രി സിസ്റ്റം വിത്ത് യൂസിങ് സിങ്ക്രോ ട്രാൻസ്മിറ്റർ ആൻഡ് റിസീവർ. എക്സാമ്പിൾ എന്ന് വെച്ചാൽ സി ആണ് കേട്ടോ, പൊസിഷൻ ടെലിമെട്രി സിസ്റ്റമാണ്. പക്ഷേ ദ ഫോളോയിങ് ഈസ് നോട്ട് ട്രൂ അബൌട്ട് ലാൻഡ് ലൈൻ ടെലിമെട്രി സിസ്റ്റമാണ്. ഓപ്ഷൻ എ ആണ്. അടുത്ത, ഇൻ ലോങ് ഡിസ്റ്റൻസ് ടെലിമെട്രി ഡാറ്റ ഇസ് ട്രാൻസ്മിറ്റഡ് ഇൻ ഫോം ഓഫ് ഫ്രീക്വൻസി. എൻ്റെ ഡിവൈസസ് ആ ടെലിമെട്രി റിസീവർ കനോട്ട് ബി ഡിറ്റക്ടർ. ഓക്കെ, ഡിറ്റക്ടർ ആണ് ആൻസർ. അടുത്ത, ഫോഴ്സ് ബാലൻസ് സിസ്റ്റം ഈസ് എ ടൈപ്പ് ഓഫ്. ഓക്കെ, ഫോഴ്സ് ബാലൻസ് സിസ്റ്റം എന്ന് പറയുന്നത് ഇതിൻ്റെ ടൈപ്പ് ഏതാണെന്ന് വെച്ചാൽ കറണ്ട് ടെലിമെട്രി സിസ്റ്റം ആണ്. ഓക്കെ, കറണ്ട് ടെലിമെട്രി സിസ്റ്റം. അടുത്ത, ബിയർ ലാംബേർട്സ് ലോ ഹോൾഡ്സ് ഗുഡ് ഓൺലി ഫോർ. അല്ലേ, ബിയർ ലാംബേർട്സ് ലോ ഹോൾഡ്സ് ഗുഡ് ഓൺലി ഫോർ. ഓപ്ഷൻ ഡി ആണ്. പിന്നെ പാരാമാഗ്നറ്റിക് ഓക്സിജൻ അനലൈസർ ഹയസ്റ്റ് പോയിന്റ് ഫോർ വിച്ച് ഡ്രൈ എയർ ഈസ് യൂസ്ഡ് ടു സെറ്റ് ദ സ്പാൻ പോയിന്റ്. എ ആണ് കേട്ടോ, 21% ആണ്. നെക്സ്റ്റ്, ദ മെറ്റീരിയൽ ദാറ്റ് കനോട്ട് ബി യൂസ് ഫോർ ദ കൺസ്ട്രക്ഷൻ ഓഫ് ഫിലമെന്റ് ഇൻ ഹോട്ട് എയർ. ഓക്കെ, ഹോട്ട് എയറിൻ്റെ കൺസ്ട്രക്ഷൻ ഉപയോഗിക്കാൻ പറ്റാത്തത് അല്ലേ, ഏതാണെന്നാണ് ചോദിക്കുന്നത് അല്ലേ. മാംഗനീൻ, അതായത് തെർമൽ കണ്ടക്ടിവിറ്റി അനലൈസറാണ്. മാംഗനീൻ നമ്മൾ സാധാരണ ഇതിന് നമ്മൾ ഉപയോഗിക്കുന്നത്, നമ്മൾ ടെമ്പറേച്ചർ കോഫിഷ്യൻ്റ് കോൺസെപ്റ്റിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നതാണ്. പക്ഷേ ദ ഫോളോയിങ് ഈസ് ക്ലാസിഫിക്കേഷൻ ഓഫ് ലിക്വിഡ് ക്രൊമാറ്റോഗ്രാഫി. എല്ലാതും നമുക്ക് എന്ത് ചെയ്യാം, യൂസ് ചെയ്യാം. ഡാഷ് ഈസ് നോൺ ആസ് ഹാർട്ട് ഓഫ് ഗ്യാസ് ക്രോമാറ്റോഗ്രാഫ് വേർ ദ ഫണ്ടമെൻ്റൽ പ്രോസസ് സെപ്പറേഷൻ ടേക്സ് പ്ലേസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോളം ആണ്. Then ions of different ME ratio are separated by the difference in time they take to travel over an identical path from ion source to collector. Principle എന്ന് പറയുന്നത് ടൈം ഓഫ് ഫ്ലൈറ്റ് മാസ് സ്പെക്ട്രോമീറ്റർ ആണ്. In which part of the flame photometer aerosol is produced and fed into the flame? Option B ആണ് ആൻസർ. റഫറൻസ് ഇലക്ട്രോഡ് ദാറ്റ് ഈസ് യൂസ്ഡ് അറ്റ് ഹൈ ടെമ്പറേച്ചർ ആൻഡ് pH മെഷർമെൻറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ എ ആണ്. If identical solutions are placed inside and outside of the bulb of the gas electrode, it is found that in spite of the apparent symmetry of the cell formed, there exists an EMF of a few millivolt. This potential difference ഏതാണ് എന്നുള്ളതാണ് ചോദ്യം അല്ലേ. ഏതാണ്? എ ആണ് ഓപ്ഷൻ കേട്ടോ, എ. The detector used in infrared spectrometer and a response time of 0.5 millisecond is required എന്നുള്ളതാണ് ചോദ്യം. ഫോട്ടോ കണ്ടക്റ്റീവ് സെല്ല്. In ECG, waveform dash wave represents repolarization of both ventricles. So C ആണ്, T wave. And in EEG, M/M number of electrode locations in the 10/20 system. Option D. Dash is not a part of EMG machine. Okay, EMG machine പാർട്ടില്ലാതെന്ന് വെച്ചാൽ C ആണ്.
നാച്ചുറൽ പേസ് മേക്കർ ഓഫ് ഹാർട്ടിൻ്റെ നാച്ചുറൽ പേസ് മേക്കർ ഏതാണെന്ന് ചോദിച്ചാൽ എ ആണ്. The magnitude of the voltage picked up in an electromagnetic blood flow meter is not directly proportional to D. അടുത്തൊരു question. The electrical shock that reaches to the heart directly and is highly concentrated is called A. The process changing from resting potential to action potential is known as depolarization. In CT scanners, the impact of the X-ray photon then electron is accompanied by a transfer of energy and a fall in the X-ray frequency. This is known as Compton effect. Next question. Which phenomena causes polarization of light? Light in polarization കാരണം double refraction ആണ്. അടുത്ത ന്യൂട്ടൺസ് റിംഗ് എക്സ്പെരിമെൻറ്റിലൊരു പ്രോബ്ലം ആണ്. അതിൻ്റെ റേഡിയേച്ചർ ഓഫ് കൺവെർച്ചർ ഓഫ് ലെൻസ് കാണാനുള്ളതാണ്. സോ 187 സെൻറ്റിമീറ്റർ. നെക്സ്റ്റ് മാച്ച് ദ ഫോളോയിങ് കോൺസെപ്റ്റ് ആണ്. ഫോട്ടോ ഡയോഡ് ഏതാണെന്ന്? ഫോട്ടോ ഡയോഡ് ആക്ച്വലി വരുന്നത് ഫാസ്റ്റ് ഔട്ട്പുട്ട് റെസ്പോൺസ് ആണ്. അപ്പോൾ 1D വരുന്ന ഓപ്ഷനാണ്. പിൻ ഡയോഡ് മൈക്രോവേവ് സ്വിച്ച് ആണ്. ഓക്കെ, സോ ഓപ്ഷൻ ബി ആണ് നമുക്ക് വരുന്നത്. അത് ക്വസ്റ്റ്യൻ ജസ്റ്റ് ട്രൂ അബൌട്ട് ന്യൂമറിക്കൽ അപ്പാർച്ചർ ആണ്. കുറച്ച് ടഫ് ക്വസ്റ്റ്യൻ ആണ് ആക്ച്വലി ഇതൊക്കെ. ഇതിൻ്റെ ഓപ്ഷൻ സി ആണ് കേട്ടോ. സി ആണ് വരുന്നത്. 1ഉം 2ഉം ആണ് എന്ത് ചെയ്യുന്നത് കറക്റ്റായിട്ട് വരുന്നത്. അടുത്ത ലേസറിൻ്റെ മാച്ചിങ് ആണ്. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി. അടുത്തൊരു ക്വസ്റ്റ്യൻ ഓസിലോസ്കോപ്പുമായിട്ട് റിലേറ്റ് ചെയ്തുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ട്രൂ? ഓസിലോസ്കോപ്പ് ഈസ് ബേസിക്കലി എ വോൾട്ട്മീറ്റർ എന്നുള്ളതാണ് ഫസ്റ്റത്തെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് അവർ പറയുന്നത്. അത് കറക്റ്റാണ്. ഓസിലോസ്കോപ്പ് എന്ന് പറഞ്ഞാൽ സാധാരണ അതിലൊരു ബേസിക്കലി ഒരു വോൾട്ട്മീറ്റർ തന്നെയാണ്. പിന്നെ CRO എന്ന് പറഞ്ഞാൽ റെക്കോർഡിംഗ് ഇൻസ്ട്രുമെൻ്റ് ആണെന്ന് നമുക്കറിയാം. അത് ഫാസ്റ്റ് എക്സ്-റേ പ്ലോട്ടറാണ്. അതും കറക്റ്റാണ്. ദെൻ എഫക്റ്റ് ഓഫ് നെഗറ്റീവ് വോൾട്ടേജ് ഗ്രിഡ് ഈസ് ആൻ അട്രാക്റ്റീവ് ഫോഴ്സ് എന്നുള്ളതാണ്. അത് എത്ര ഒരു ആക്സെപ്റ്റബിൾ സ്റ്റേറ്റ്മെൻ്റ് അല്ല. പിന്നെ ഫോക്കസിങ് ആൻഡ് ആക്സിലേറ്റിംഗ് ആനോഡ്സ് ആർ സിലിണ്ടറിക്കൽ. അതിൻ്റെ ഷേപ്പ് ഏകദേശം ആ രൂപത്തിലാണ്. അപ്പോൾ ഇത് കറക്റ്റാണ്. ഓക്കെ, 1ഉം അതുപോലെ തന്നെ 2ഉം 4ഉം കറക്റ്റാണ്. ഓക്കെ, അടുത്ത ദിവസം MI ഇൻസ്റ്റുമെൻ്റ് ഒരു പ്രോബ്ലം ക്വസ്റ്റ്യൻ ആണ്. ഇത് ആക്ച്വലി ഇത് കുറച്ച് ടഫറാണ്. ഇത് എന്തുകൊണ്ടാണ് ചോദിച്ചതെന്ന് അറിയില്ല. അതായത് MI ഇൻസ്റ്റുമെൻ്റ് ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് എന്ന് വെച്ചാൽ ഹാഫ് I² dl/d ആണ്. കൺട്രോളിംഗ് ടോർക്ക് എന്ന് വെച്ചാൽ K × θ. അവർ ചോദിച്ചിരിക്കുന്നത് ഡിഫ്ലക്ഷനാണ്. തീറ്റയാണ് അവർ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ തീറ്റ എന്ന് വെച്ചാൽ എന്തായിരിക്കും? ഇത് ഈക്വൽ അല്ല. ഇക്വിലിബ്രിയം കണ്ടീഷനിൽ TDയും DC എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പോൾ TD എന്ന് വെച്ചാൽ എന്തായിരിക്കും? ഹാഫ് I² K × dl/d. അപ്പോൾ ഇതിൽ ഇതാണ് നിങ്ങളുടെ I എന്ന് പറയുന്നത്. ഇതാണ് നിങ്ങളുടെ സ്പ്രിംഗ് കോൺസ്റ്റൻറ്റ് K. ഇവിടെ എല്ലാം തന്നിരിക്കുന്നത്. പക്ഷെ നമുക്ക് എന്ത് ചെയ്യണം? dl/d കാണാം. അപ്പോൾ dl/d കാണാം. dl/d വെച്ചാൽ എന്ത് വരും? യെസ്, ഇറ്റ് ഈസ് തീറ്റ മൈനസ് അല്ല 2 - 2θ അല്ലേ? 2 - 2θ എന്ന് വരും. അപ്പോൾ അങ്ങനെ നമുക്ക് തീറ്റ കാണണം. ഓക്കെ, അത് കുറച്ച് കാൽക്കുലേഷൻ ഉണ്ട്. കാൽക്കുലേഷൻ നമ്മളിപ്പോൾ ചെയ്യുന്നില്ല. ഇതാണ് ഇതിൻ്റെ മെത്തഡോളജി. ഓക്കെ, ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ ബി ആണ് കേട്ടോ. ബി. അടുത്ത ക്വസ്റ്റ്യനും ഒരു ബ്രിഡ്ജിൻ്റെ ഒരു ഇനീഷ്യലൈസേഷനാണ്. അത് കുറച്ച് ടഫർ ക്വസ്റ്റ്യൻ ആണിത്. ഓക്കെ, ആൻസർ ചെയ്ത് നോക്കുക. ഓപ്ഷൻ എ ആണ് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ വെച്ചാൽ ഫോളോയിങ് ഈസ് ട്രൂ എന്നുള്ളതാണ്. ആൻഡ് അമ്മീറ്റർ ഈസ് യൂസ് ഫോർ മെഷറിങ് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ഓഫ് കറണ്ട് ഫ്ലോ. ഓക്കെ, കറണ്ട് ഫ്ലോൻ്റെ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും കാണാനാണ് വരുന്നത്. അത് ഓക്കെയാണ് സ്റ്റേറ്റ്മെൻറ്റ്. പക്ഷെ അതിൽ ഡയറക്ഷനൊന്നും കാണുന്നില്ലല്ലോ. അത് പറ്റില്ല. ഫസ്റ്റില്ല. ഫസ്റ്റ് ഇല്ലെങ്കിൽ തന്നെ ഈ 2 ഓപ്ഷൻ പോയി. പിന്നെ നമ്മളാകെ 2 നോക്കേണ്ട ആവശ്യമില്ല. 2 എന്തായാലും കറക്റ്റാണ്. ബാക്കി 2 സ്റ്റേറ്റ്മെൻറ്റിൽ 2 കറക്റ്റാണ്. 4ഉം കറക്റ്റാണ്. നമ്മളാകെ ഇത് മാത്രമേ ആവശ്യമുള്ളൂ. അപ്പോൾ ഗാലനോമീറ്റർ മറ്റടുത്ത് ഹൈ റെസിസ്റ്റൻസ് ഇൻ യൂസ്ഡ് ആസ് എൻ അമ്മീറ്റർ അല്ല. അമ്മീറ്ററിൽ നമ്മൾ ലോ റെസിസ്റ്റൻസ് പാരലൽ അല്ലേ കണക്ട്. അപ്പോൾ എന്തായാലും 3 ഓപ്ഷനും വരില്ല അല്ലേ? 3 ഓപ്ഷനും വരില്ലല്ലോ. അപ്പോൾ ആൻസർ ഏതായാലും D ഓപ്ഷൻ ആയിരിക്കും. പക്ഷേ അടുത്ത ക്വസ്റ്റ്യൻ 2 വാട്ട് മീറ്റർ മെത്തേഡിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. പവർ ഫാക്ടർ 1 വാട്ട് മീറ്ററിൻ്റെ പവർ ഫാക്ടർ ട്വൈസ് ആണ് റീഡ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ പറഞ്ഞു ആംഗിൾ എത്രയായിരിക്കും? ആംഗിൾ 30 ആയിരിക്കും. അപ്പോൾ cos 5 എന്ന് വെച്ചാൽ എത്രയായിരിക്കും? cos 30 എന്ന് പറയുന്നത് എത്രയായിരിക്കും? √3/2. സോ
So answer is root 3/2. Another question. 0 to 120 volt as an accuracy of 1% full scale reading. The voltage 60 volt ആണെങ്കിൽ ലിമിറ്റിംഗ് എററാണ് ചോദിക്കുന്നത് അല്ലേ. ആ 1 വോൾട്ടേജ് എന്നുള്ള ലെവലിൽ നമ്മൾ 1% എത്രയാണ് 120 ഇൻറ്റു 1/100 അപ്പോൾ എത്രയാണ് 1.2 വോൾട്ട് വരും. അപ്പോൾ ലിമിറ്റിംഗ് എററാണ് എന്ത് ചെയ്യണം 1.2 ഡിവൈഡ് ബൈ 60 × 100 ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ എത്ര കിട്ടി നമുക്ക് 120 അല്ലേ ബൈ 6 എന്ന് വെച്ചാൽ എത്ര 2%. അടുത്ത ക്വസ്റ്റ്യൻ അമ്മീറ്റർ ഷണ്ട് കോൺസെപ്റ്റാണ്. അപ്പോൾ ആർ ഷണ്ടാണ് വരുന്നത്. ആർ ഷണ്ട് എന്ന് വെച്ചാൽ എന്തായിരിക്കും RM ഡിവൈഡഡ് ബൈ M-1 എന്നുള്ളതാണ്. വേറെ M എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും I ഡിവൈഡഡ് ബൈ IM. I എന്ന് വെച്ചാൽ എന്താണ് ഇതാണ് മീറ്ററിൻ്റെ കറണ്ട് 10 നിങ്ങളുടെ കറണ്ട് I. അപ്പോൾ എത്രയാണ് 50/10 കിട്ടി 5 എന്ന് കിട്ടി. അപ്പോൾ RM എന്ന് വെച്ചാൽ എത്രയാണ് 0.5 ഡിവൈഡഡ് ബൈ 5 - 1 0.5 ഡിവൈഡഡ് ബൈ 4 5 × 10⁻⁻1 ഡിവൈഡ് ബൈ 4 എത്ര കിട്ടി 1.25 10⁻⁻1 ദാറ്റ് ഈസ് ഈക്വൽ ടു 0.125 അല്ലേ. 0.125 ഓംസ് ആണ് എന്ത് ചെയ്യുന്നത് വരുന്നത്. ഇനി അമ്മീറ്റർ നമ്മൾ എങ്ങനെ കണക്ട് ചെയ്യണം ഷണ്ടായിട്ട് കണക്ട് ചെയ്യണം, അതായത് പാരലായിട്ട് മീറ്ററിന് പാരലായിട്ട് കണക്ട് ചെയ്യേണ്ടത്. ആൻസർ ഈസ് 0.125 ഇൻ പാരലൽ വിത്ത് ദ മീറ്റർ. അടുത്ത ക്വസ്റ്റ്യൻ എ സ്റ്റേഷനറി ക്ലോസ്ഡ് ലിസാജസ് പാറ്റേൺ on an oscilloscope has 5 horizontal tangencies അല്ലേ. ഹൊറിസോണൽ ടാൻജൻസീസിൻ്റെ എണ്ണം 5 പിന്നെ 3 വെർട്ടിക്കൽ ടാൻജൻസീസ് അപ്പോൾ എത്രയാണ് NB എന്ന് പറയുന്നത് എത്രയാണ് 3. വെർട്ടിക്കൽ ഇൻപുട്ട് ഫ്രീക്വൻസി വെച്ചാൽ FV എന്ന് പറയുന്നത് 8 ആണ്. ഫ്രീക്വൻസി ഹൊറിസോണൽ ഇൻപുട്ട് അല്ല ഹൊറിസോണൽ ഇൻപുട്ടിൻ്റെ ഫ്രീക്വൻസി വെച്ച് എത്രയാണ് എന്നുള്ളതാണ്. അപ്പോൾ ഹൊറിസോണൽ ഫ്രീക്വൻസി ഡിവൈഡഡ് ബൈ യുവർ വെർട്ടിക്കൽ ഫ്രീക്വൻസി ഈക്വൽ ടു NH ഡിവൈഡഡ് ബൈ യുവർ NV എന്നുള്ളതാണ്. നമുക്കറിയാം FV ഹൊറിസോണൽ ഇൻപുട്ടിൻ്റെ ഫ്രീക്വൻസിയിൽ കണ്ട അപ്പോൾ FH കാണണം അല്ലേ. അപ്പോൾ നേരെ തിരിച്ച് എഴുതാം FH ഡിവൈഡ് ബൈ യുവർ FV എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും NV ഡിവൈഡ് ബൈ യുവർ NH ആയിരിക്കും. അപ്പോൾ FH എന്ന് വെച്ചാൽ FV എന്ന് വെച്ചാൽ എത്രയാണ് 8 ഇൻറ്റു വെർട്ടിക്കലിലെ 3 ഡിവൈഡ് ബൈ 5 എന്നുള്ളതാണ്. അപ്പോൾ എത്രയാണ് 8 ഇൻറ്റു 0.6 അപ്പോൾ എത്രയാണ് 4.8 കിലോ ഹെഡ്സ് ശരിയല്ലേ. 4.8 കിലോ ഹെഡ്സ് ക്ലിയർ അല്ലേ. ഈ ഒരു ഒറ്റ ഫോർമുല അറിഞ്ഞാൽ മതി. ഈ ഒരു ഫോർമുല അറിയുവാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇത് ചെയ്യാനായിട്ട് പറ്റും. അടുത്ത ഓപ്പൺ ലൂപ്പ് വോൾട്ടേജ് ഗെയിൻ തന്നിട്ടുണ്ട്. ഗെയിൻ ഈസ് റെഡ്യൂസ്ഡ് ടു ഫീഡ്ബാക്ക് അപ്ലൈ ചെയ്യുമ്പോൾ അല്ലേ. അപ്പോൾ A ഡിവൈഡഡ് ബൈ 1 + A ബീറ്റ ചെയ്താൽ മതി അല്ലേ. അപ്പോൾ ഈ വോൾട്ടേജ് ഗെയിൻ ഈസ് ഈക്വൽ ടു A ഡിവൈഡഡ് ബൈ 1 + A ബീറ്റ എന്നുള്ളത്. വോൾട്ടേജ് -300 ഇതിനകത്തേക്ക് റെഡ്യൂസ് ചെയ്യുന്നു എന്ന് ചോദിക്കുന്നുണ്ട് അല്ലേ. -100 ഡിവൈഡഡ് ബൈ 1 + 100 × ബീറ്റ. ഓക്കെ ബീറ്റയാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത് കാണേണ്ടത്. നെഗറ്റീവ് എന്ത് ചെയ്യും അവിടെ മെയിൻറ്റെയിൻ ചെയ്യും. ഇവിടെ 1 + A ബീറ്റ എന്ന് വെച്ചാൽ ഇവിടെ ഇനിയൊരു മൈനസ് വരുമല്ലേ. നമ്മൾ ചെയ്ത് നോക്കുക. യു വിൽ ബി ഗെറ്റിംഗ് ആൻ ആൻസർ ആസ് B. അടുത്ത ക്വസ്റ്റ്യൻ മാച്ച് ദ ഫോളോയിങ് SCR ട്രാൻസിസ്റ്റർ ഡയാക്കാണ് ചോദിക്കുന്നത് അല്ലേ. അപ്പോൾ ഇതിൽ നമുക്കറിയാം ഡയാക്കും ട്രയാക്കും രണ്ടും എന്നാണ് ബൈ ഡയറക്ഷനിലാണ്. അതിൽ ബൈ ഡയറക്ഷനിലെ അൺകൺട്രോൾഡ് സ്വിച്ച് ഏതാണ് അതുപോലെ തന്നെ കൺട്രോൾഡ് സ്വിച്ച് ഏതാണെന്ന് മാത്രമേ നമുക്ക് അറിയേണ്ട ആവശ്യമുള്ളൂ അല്ലേ. സോ ആസ് യു ഓൾ നോ നമ്മുടെ ഡയാക്ക് എന്ന് പറയുന്നത് ഒരു അൺകൺട്രോൾഡ് ആണ്. തൈറിസ്റ്റർ അല്ല ഉള്ളത് അല്ലേ. അൺകൺട്രോൾഡ് സ്വിച്ചാണ് തൈറിസ്റ്റർ അല്ല ഡയോഡ്. അപ്പോൾ ഡയാക്ക് 4C ആണ് വരിക. അപ്പോൾ എന്തായാലും ഈ 2 ഓപ്ഷൻ പോയി. പിന്നെ ട്രയാക്ക് ഡെഫിനറ്റ്ലി എന്തായിരിക്കും ഒരു ബൈ ഡയറക്ഷണൽ സ്വിച്ചാണ് നമുക്കറിയാം. അപ്പോൾ ഡെഫിനറ്റ്ലി 3A ആയിരിക്കും. അപ്പോൾ ആ ഒരു കോൺസെപ്റ്റ് അറിയണമെങ്കിൽ തന്നെ ആൻസർ കിട്ടി. പിന്നെ വെറുതെ മാച്ച് ചെയ്ത് പോയാൽ മതി അല്ലേ. അപ്പോൾ ട്രാൻസിസ്റ്റർ എന്ത് ചെയ്യാം ട്രാൻസിസ്റ്റർ ഒരു സ്വിച്ചായിട്ട് ആംപ്ലിഫയർ ആയിട്ട് ആക്ട് ചെയ്യാം. SCR എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അതൊരു സ്വിച്ച് മാത്രമായിരിക്കും. അത് സിംപ്ലിഫൈഡ് എക്സ്പ്രഷനാണ്. Y = A complement B + A + B complement × C complement. എന്താ പറയുക A complement B + A × C complement + B complement C complement. ഇതാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് ഇത് വരുന്നത് അല്ലേ. അപ്പോൾ നിങ്ങൾ കുറച്ച് സിംപ്ലിഫിക്കേഷൻ ആക്ച്വലി ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. ഓക്കെ കാരണം
നമുക്കവിടെ വരുന്ന ആൻസേഴ്സ് കുറച്ച് കട്ടിയുണ്ടല്ലേ. എ ഇൻറ്റു സി കോംപ്ലിമെൻറ്റ്, അതുപോലെ തന്നെ ബി കോംപ്ലിമെൻറ്റ്, സി കോംപ്ലിമെൻറ്റ് എന്നുള്ള ലെവലിലൊക്കെ നമുക്ക് എന്ത് ചെയ്യണം, ചെയ്യണം. ഓക്കെ. പിന്നെ സിമിലർലി എ കോംപ്ലിമെൻറ്റ് ബി കോൺസെപ്റ്റാണ് വരുന്നത്. ഓക്കെ. ജസ്റ്റ് സിംപ്ലിഫൈ ചെയ്ത് നോക്കുക. യു വിൽ ബി ഗെറ്റിംഗ് ആൻ ആൻസർ ആസ് എ കോംപ്ലിമെൻറ്റ് ബി പ്ലസ് യുവർ സി കോംപ്ലിമെൻറ്റ് എന്നുള്ള ലെവലിലാണ് എന്ത് ചെയ്യുന്നത് വരുന്നത്. ഓക്കെ. അപ്പോൾ അതെന്ത് ചെയ്യാം, നമുക്കൊന്ന് നോട്ട് ചെയ്ത് പോവാം. Resistant 2 passive RC integrator circuits are connected in series. Then if the input into the first RC circuit is a pulse waveform, what will be the output of secondary RC circuit എന്താണെന്നുള്ളതാണ് ചോദിക്കുന്നത്. It will be a sine wave. Okay, sine wave ആണ് വരുന്നത്. അടുത്ത 8051ൻ്റെ ക്വസ്റ്റ്യൻ ആണ്. 8051ൽ എത്ര സ്പെഷ്യൽ ഫംഗ്ഷൻ രജിസ്റ്റർ SFR എത്ര എണ്ണം ഉണ്ട് എന്നുള്ളതാണ്. SFR 21 ഉള്ളത്. ഓക്കെ. നല്ല ടൈറ്റായിട്ട് അതിൻ്റെ ഓപ്ഷനും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 21 എന്നുള്ളതാണ് അതിൻ്റെ ആൻസർ. അടുത്ത പ്രോഗ്രാമാണ് ഇൻ്റേണൽ നമ്പർ 80H05H ഉണ്ട്. അപ്പോൾ അത് ഏതാണ് എന്നുള്ളതാണ് വരുന്നത്. ഇതിൽ ആക്ച്വലി സിൻടാക്സ് എററാണ് ഇതിൻ്റെ ആൻസർ. ഓക്കെ. ചെറിയൊരു പ്രശ്നങ്ങളുണ്ട് ആ ഒരു ഇതിൽ. അപ്പോൾ സിൻടാക്സ് എററാണ് കേട്ടോ ആ ക്വസ്റ്റ്യൻ. അടുത്ത രജിസ്റ്റർ അഡ്രസ്സിങ് മോഡിൽ ഏതാണ് വരുന്നത് എന്നുള്ളതാണ് വരുന്നത്. അപ്പോൾ നമുക്കറിയാം രജിസ്റ്റർ അഡ്രസ്സിങ് മോഡിൽ നമുക്ക് ഈ @ എന്തായാലും രജിസ്റ്റർ അഡ്രസ്സിങ് മോഡല്ല. ഓക്കെ. @ വരുന്നതല്ല. അപ്പോൾ തന്നെ 3 ഓപ്ഷൻ അതിലില്ല. 3 ഓപ്ഷൻ ആക്ച്വലി ഓപ്ഷനിലേ ഇല്ല അല്ലേ. ഡെഫിനറ്റ്ലി 4 വരുന്നുണ്ട്. എല്ലാ ഓപ്ഷനിലും 4 ഉണ്ട്. അപ്പോൾ ഡെഫിനറ്റ്ലി 4 ഒരു ആൻസറാണ്. പിന്നെ 2 രജിസ്റ്റേഴ്സ് കൂടിയിട്ട് വരില്ല രജിസ്റ്റർ അഡ്രസ്സിങ് മോഡിൽ. അപ്പോൾ എയും ബിയും എന്തായാലും രജിസ്റ്റർ അഡ്രസ്സിങ് മോഡിൽ എയോ ബിയോ വേണം. അത് 2 രജിസ്റ്റർ നമ്പറുകൾ വന്നാലും രജിസ്റ്റർ അഡ്രസ്സിങ് മോഡ് വരില്ല. അപ്പോൾ R1 R0 എന്തായാലും അല്ല. അപ്പോൾ ഡെഫിനറ്റ്ലി അതാണ് എയും ബിയും ഉള്ള സംഭവമായിരിക്കും വരുന്നത് രജിസ്റ്റർ അഡ്രസ്സിങ് മോഡിൽ. സോ ആൻസർ ഇതാണ് 1ഉം 4ഉം. ഓക്കെ. സോ ഇതാണ് അതിൻ്റെ ഒരു ഓപ്ഷൻ. ക്ലിയർ? യെസ്. ഇതാണ് നമ്മൾ 100 ക്വസ്റ്റ്യൻ. ആക്ച്വലി എന്ന് പറഞ്ഞാൽ ഇതൊരു ടഫ് പേപ്പറാണ്. ഓക്കെ. ഇത് ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് വെച്ചാൽ ഒരു ടഫ് ക്വസ്റ്റ്യൻ പേപ്പറാണ്. കുറേയേറെ പ്രോബ്ലംസ് തന്നെ കുറച്ചധികം പ്രോബ്ലംസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ വാല്യൂസും ടൈറ്റ് വാല്യൂസ് എന്നുള്ള ലെവലിലും ഒക്കെ തന്നെയാണ് എന്ത് ചെയ്യുന്നത് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് വളരെ ബുദ്ധിമുട്ടേറിയൊരു ക്വസ്റ്റ്യൻ പേപ്പറായിരുന്നു. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ നിങ്ങളെ മാർക്സ് ഒക്കെ തന്നെ കമൻറ്റ് ചെയ്യുക. എന്നിട്ട് നമുക്ക് കട്ട് ഓഫിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. അതുപോലെ തന്നെ വേക്കൻസി ക്രിയേറ്റ് ചെയ്യാനുള്ള മാർഗ്ഗങ്ങളായിട്ട് എന്ത് ചെയ്യാം, നമുക്ക് മുന്നോട്ട് പോകും. സോ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യാൻ നോക്കുക. സോ നമുക്ക് വീണ്ടും ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ ഡിസ്കഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് എന്ത് ചെയ്യാം വീണ്ടും കാണാം. ചാനലിൽ കൃത്യമായിട്ട് എന്ത് ചെയ്യുക ഫോളോ ചെയ്യുക. സോ ദാറ്റ് നിങ്ങൾക്ക് കൂടുതൽ അപ്ഡേറ്റ്സ് എന്ത് ചെയ്യും കിട്ടും. സോ സീ യു ഓൾ ഇൻ ദ നെക്സ്റ്റ് upcoming classes and upcoming question discussions. So keep watching the channel. സബ്സ്ക്രൈബ് ചെയ്യുക. കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക അനലൈസ് ചെയ്യാനായിട്ട് ചാനൽ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. എല്ലാ അപ്ഡേറ്റ്സും നമുക്ക് ചാനലിൽ കിട്ടുന്നതായിരിക്കും. So see you all in the next classes. Okay then. Thank you.